അടുത്തതായിട്ട് സംസാരിക്കുന്നതിനായി ശ്രീ കാരായിൽ സുകുമാരൻ സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്തായാലും വർഷത്തിലൊരിക്കൽ നമുക്കൊക്കെ ഒത്തുകൂടാനുള്ള ഒരു കൂട്ടായ്മയായി നമ്മളിതിനെ കാണുകയാണ്. കാരണം എപ്പോൾ കണ്ടില്ലെങ്കിലും ഈ ജൂൺ 30 അത് വളരെ വർഷങ്ങളായി നമ്മൾ ഒന്നിച്ചു ചേരുന്ന ഒരു ദിവസമാണ് ഈ നമ്മുടെ കാൻഫിഡിൻ്റെ സ്ഥാപക ദിനമായ ജൂൺ 30. നമ്മുടെ കാൻഫിഡിൻ്റെ പ്രവർത്തനങ്ങൾ ഇടക്കാലത്ത് കുറച്ച് മന്ദീഭവിച്ചു പോയെങ്കിലും ശ്രീ VS ബാലചന്ദ്രൻ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇത് പുനഃസംഘടിപ്പിച്ചപ്പോൾ എല്ലാവരും വളരെ ആവേശത്തോടു കൂടിയാണ് സംസ്ഥാനത്തൊട്ടാകെ ഇതിനെ സ്വാഗതം ചെയ്തത്. ഈ സംഘടന വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അതിനനുസരിച്ച് നമ്മുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും എല്ലാ ജില്ലകളിലുമുള്ള സഹപ്രവർത്തകരും കുറച്ചുകൂടെ താല്പര്യമെടുത്ത് മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വേറെ കാര്യങ്ങൾ കൂടുതൽ വിശദമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എങ്കിലും നമ്മുടെ ഈ സംഘടനാ സംവിധാനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ച് എല്ലാവരും ആലോചിച്ച് അവർ അച്ചടക്കത്തോടു കൂടി വളരെ ഭംഗിയായി നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടിയുള്ളൊരു സന്നദ്ധ സംഘമാക്കി ഇത് മാറ്റിയെടുക്കണം. ഇവിടെ പുതിയ പദ്ധതികളെക്കുറിച്ചൊക്കെ പറഞ്ഞു, ഒത്തിരി പരിപാടികളാണ് വളരെ വിശദം. പക്ഷെ അതൊക്കെ കേട്ട് ചുമ്മാ അങ്ങ് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പം അത് ഏറ്റെടുത്ത് നടത്തണമെങ്കിൽ ഗൗരവത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുമുള്ള ബോഡി എല്ലാ ജില്ലകളിലും ഉണ്ടാകണം. ജനങ്ങളൊക്കെ ഇതിൽ വളരെ താല്പര്യമാണ്. കാൻഫെഡ് എന്ന് പറഞ്ഞാൽ പണ്ട് തന്നെ മുതലുള്ള ആളുകൾ ഇപ്പോഴുണ്ട്. പുതിയ തലമുറക്ക് അത് പകർന്നു കൊടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് നമ്മൾ ചെയ്യാത്തത് എന്ന് ആലോചിക്കണം. അതുകൊണ്ട് പുതിയ തലമുറയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ പുതിയ പദ്ധതികൾ വളരെ ആസൂത്രിതമായ രീതിയിൽ ശ്രീ ബാലചന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഈ പദ്ധതികൾ തയ്യാറാക്കി കൊണ്ടുവരുന്നുണ്ട്. അത് നമുക്ക് ഏറ്റെടുക്കാനുള്ള സംവിധാനം എല്ലാ ജില്ലകളിലും. അതുകൊണ്ട് തന്നെ സംഘടനകൾ വളരെ സംസ്ഥാന കമ്മിറ്റി തന്നെ ആലോചിച്ചിട്ട് അതിനു വേണ്ടുന്ന സംവിധാനം ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നമുക്ക് എല്ലാ ജില്ലകളിലും നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ആ ഒരു ഉത്തരവാദിത്തത്തോടുകൂടി പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം സംഘടന ശക്തമായില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നടക്കും, സംസ്ഥാന സമ്മേളനവും കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ നാട്ടിൽ പ്രവർത്തനം നടക്കണമെങ്കിൽ നമ്മുടെ സംഘടന ഉണ്ടായേ മതിയാകൂ. അതിൻ്റെ അച്ചടക്കം പാലിച്ചുകൊണ്ട് നമ്മളൊക്കെ അതിൻ്റെ പ്രവർത്തനം. ഇപ്പോൾ പലർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളും പറയുന്നു. അതിപ്പോൾ പാലക്കാട് സുഹൃത്തുക്കൂടെ സൂചിപ്പിച്ചു. അപ്പോൾ അത് ഈ ധാരണപ്പശ ഉണ്ടാകുന്നത് എപ്പോഴെങ്കിലും ഒന്നിങ്ങനെ കൂടുന്നതുകൊണ്ടാണ്. നമ്മൾ അവിടെ പ്രാദേശികമായി ഇത് എപ്പോഴും ആലോചിക്കുകയും കൂടിച്ചേരുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സംഘടന ശക്തമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൂടെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ആവർത്തിക്കേണ്ട കാര്യമില്ല. എങ്കിലും ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ കാര്യങ്ങൾ, ഈ പ്രവർത്തനങ്ങളും ഈ പദ്ധതികളും ഒക്കെ വരുന്നു. കാൻഫെഡ് പുനഃസംഘടിപ്പിച്ചു. ഇതൊക്കെ കഥകൾ കേൾക്കുമ്പോൾ കേട്ടിട്ട് പോയാൽ പോരാ. നമ്മൾ ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് അതിൻ്റെ പിന്നിലും ഒരു മനുഷ്യനുണ്ട്. PN പണിക്കരും PT ഭാസ്കര പണിക്കരൊക്കെ ഉണ്ട് പണ്ട് നടന്നിരുന്നു. അവർക്കിപ്പോൾ തിരിച്ചു വന്നിട്ട് ഇത് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇത് ആരാ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എല്ലാവരോടും. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു മനുഷ്യൻ വളരെ കമ്മിറ്റഡായി ഡെഡിക്കേറ്റഡായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. അത് നമ്മൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ബാലചന്ദ്രനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം വളരെ നിശബ്ദനായി ഇതൊക്കെ ചെയ്ത് അനങ്ങാതെ ഇരിക്കുക. പക്ഷേ നമ്മൾ ആരും ഇത് തിരിച്ചറിയുന്നുണ്ടോ എന്നറിയില്ല. പണ്ട് പണിക്കർ സാറ് ക്യാമ്പ് ഇത് നടത്തിയിരുന്നു. അതുപോലെ ഇപ്പോൾ നടക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലായി നടക്കുന്നതെന്നാണെങ്കിൽ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ലല്ലോ. ഒരാളത് ഏറ്റെടുത്ത് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. നമ്മൾ പ്രാദേശികമായി നടത്തുന്ന പദ്ധതികളും പരിപാടികളും കൊണ്ടാണ് അദ്ദേഹത്തെ നമുക്ക് ശക്തിപ്പെടുത്താൻ കഴിയുക. അതിന് കൂടി നമ്മൾ ശ്രദ്ധിക്കണം, അത് ആലോചിക്കണം, അത് തിരിച്ചറിയണം. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
അടുത്തതായി ഒരു പുരസ്കാര ദാനമാണ്. ശ്രീമതി ബേബി ബാലകൃഷ്ണൻ. PN പണിക്കർ സാറിൻ്റെ പേരിലുള്ള PN പണിക്കർ പുരസ്കാരമാണ് നൽകുന്നത്. ബേബി ബാലകൃഷ്ണൻ മാഡത്തെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. MA സോഷ്യോളജി, MA ഹിന്ദി, B.Ed ഇൻ നാച്ചുറൽ സയൻസ്, പൊതുപ്രവർത്തനം. 1996 മുതൽ മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റാണ്. 2000 മുതൽ 2005 വരെ ജനറൽ സീറ്റിൽ മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റായി. 2 തവണ ജില്ലയിലെ മികച്ച പഞ്ചായത്ത് അവാർഡ് ലഭിച്ചു. 1998 കുടുംബശ്രീ ഗവേണിംഗ് ബോഡി മെമ്പറായി. 2004 ഇന്ത്യയിലെ മികച്ച വനിതാ പഞ്ചായത്ത് പ്രസിഡന്റായി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ഏർപ്പെടുത്തിയ ഔട്ട്സ്റ്റാൻഡിംഗ് വിമൻ ലീഡർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2004 ബംഗ്ലാദേശിലെ ധാക്കയിൽ നടന്ന സൗത്ത് ഏഷ്യ പാർട്ണർഷിപ്പ് പരിപാടിയിൽ പങ്കെടുത്തു. 2005 കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി. 2008 കുടുംബശ്രീ ബൈലോ കമ്മിറ്റി മെമ്പർ. ലണ്ടൻ, സ്വിറ്റ്സർലൻഡ് സന്ദർശനം നടത്തി. CPCRI റിസർച്ച് അഡ്വൈസറി കമ്മിറ്റി മെമ്പറായിരുന്നു. 2011 കുടുംബശ്രീയുടെ റിസർച്ച് അസോസിയേറ്റ് ആയിരുന്നു. എൻഡേഞ്ചറിങ് ഗവേണൻസ് വിത്ത് ഡീപ്പനിങ് ഡെമോക്രസി എന്ന വിഷയത്തിൽ പ്രൊഫസറായിരുന്നു. 2012-18 വേൾഡ് ബാങ്ക് പ്രോജക്ട് കാസർഗോഡ് ഡിസ്ട്രിക്ട് കോർഡിനേറ്ററാണ്. 2013-2021 മടിക്കൈ ബാങ്ക് പ്രസിഡന്റാണ്. ബാങ്കിനെ വൈവിധ്യവൽക്കരണത്തിലുള്ള സംസ്ഥാനത്തിലെ മികച്ച ബാങ്കാക്കി മാറ്റി. 2020-25 കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി. ജില്ലാ പഞ്ചായത്ത് URF വേൾഡ് റെക്കോർഡ് വനിതാ കമ്മീഷൻ അവാർഡ് തുടർച്ചയായി 2 വർഷം, അക്ഷയ ഊർജ അവാർഡ്, സംസ്ഥാന സമം അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. തായ്ലൻഡിൽ ബയോഡൈവേഴ്സിറ്റി പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ICCN ജനറൽ അസംബ്ലി സൗത്ത് കൊറിയയിൽ പങ്കെടുത്തു. 2011 മുതൽ മടിക്കൈ പാലിയേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. ബേബി ബാലകൃഷ്ണ മാഡത്തെ അവാർഡ് വാങ്ങിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. PN പണിക്കർ സാറിൻ്റെ പേരിലുള്ള അവാർഡാണ് നൽകുന്നത്. അധ്യക്ഷ വേദിയിലെ സമാദരണീയരെ, അവാർഡ് തന്ന ബാലേന്ദ്രൻ സാർ, KP ജയരാജൻ മാഷ്, CPCRIയിലെ സയൻറ്റിസ്റ്റ് തമ്പാട്ടനടക്കമുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഷാനവാസ് അടക്കമുള്ള ഈ വേദിയിലെ സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെയും അനൗപചാരിക വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിൻ്റെയും സമുന്നതരായ നേതാക്കന്മാരെ, ബഹുമാന്യരെ, ഞാൻ 1991 ഒരു സാക്ഷരതാ പ്രവർത്തകയായിട്ടാണ് പൊതുപ്രവർത്തനം ആരംഭിച്ചത്. അന്ന് സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞത്തിൻ്റെ ഭാഗമായി ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. ഞാൻ നേരിട്ട് സാക്ഷരതാ പ്രവർത്തനത്തിൽ പോയതല്ല. എൻ്റെ ഏടത്തി അമ്മയായിരുന്നു സാക്ഷരതയുടെ ഇൻസ്ട്രക്ടർ, ഓമനേച്ചി. അപ്പോൾ അവർ ഇൻസ്ട്രക്ടർ ആകുമ്പോൾ പഠിതാക്കളെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരിക എന്നത് എൻ്റെ വലിയ ജോലിയാണ്. കാരണം സാധാരണ രാവിലെ 10 മണിക്ക് വായക്ക് വെള്ളമൊഴിക്കാനും പിന്നെ പശുവിന് പുല്ലരിയാനും പോകുന്ന അമ്മമാരൊക്കെ തന്നെ ഈ സാക്ഷരത പഠിക്കാൻ മടിച്ചിട്ട് വൈകുന്നേരം 6 മണിക്ക് 5 മണിക്ക് ശേഷം ഈ പരിപാടിക്കൊക്കെ പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു. അപ്പം ഞാൻ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്ന് പശുവിന് പുല്ലരിയാനൊക്കെ പോകുമ്പോൾ എന്നോട് പറയും, നീ അവരെല്ലാം കൂട്ടിയിട്ട് ഇവിടെ കൊണ്ടാക്കിയിട്ട് പുല്ലരിയാൻ പോയാൽ മതി. അപ്പോൾ അവരെയൊക്കെ തന്നെ കൊണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവരെ പശുവിൻ്റെ പുല്ല് എരിഞ്ഞ് തീർത്ത് കൊടുക്കണം, വായക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം, ഇങ്ങനെയെല്ലാം കണ്ടീഷൻ. അപ്പം അത്ര മടിയാണ്. അപ്പം ഞാൻ പറയും, നമ്മളെ രാവിലെ സ്കൂളിൽ പോകാൻ നിർബന്ധിച്ച് ഒരുക്കുന്ന അമ്മമാരോട് ഞാൻ പറയും, നിങ്ങൾ വൈകുന്നേരം പഠിക്കാൻ മടിച്ചിട്ടല്ലേ നിങ്ങൾ ഈ രീതിയിൽ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർക്കൊരു ചിരിയാണ് ഉള്ളിൽ. അപ്പം അന്ന് അത് ആദ്യമൊക്കെ തന്നെ അവർക്കും ഭയങ്കര മടിയായിരുന്നു. പിന്നീട് എല്ലാവരും കൃത്യസമയത്ത് ക്ലാസ്സിൽ വരാൻ തുടങ്ങി. ഞങ്ങളൊക്കെ തന്നെ വളരെ സന്തോഷത്തോടെ, വളരെ ആസ്വദിച്ചുകൊണ്ട് അവർക്ക് ക്ലാസ്സുകളൊക്കെ തന്നെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അപ്പോൾ ഇടയ്ക്ക് ജയരാജൻ മാഷിനെ ക്ലാസ് നോക്കാൻ പറ്റും. ജയരാജൻ മാഷായിരുന്നു അതിൻ്റെ ജില്ലാ കോർഡിനേറ്റർ എന്ന്. അദ്ദേഹം വലിയൊരു പോസ്റ്റിലായിരുന്നു. അദ്ദേഹം ഞങ്ങൾ ഈ ഇൻസ്ട്രക്ടർമാരെ യോഗയിലുണ്ടാകുമ്പോൾ ഞാനും കൂടെ പോകും. അപ്പോൾ അദ്ദേഹമായിരുന്നു ഞങ്ങൾക്ക് വിടുന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ ആയിരുന്നു. അദ്ദേഹം അന്ന് കാറിലൊക്കെ തന്നെ വന്ന് ഇറങ്ങുന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് വലിയ ഒരു ഇതായിരുന്നു സമൂഹത്തിൽ. അപ്പോൾ ജയരാജൻ മാഷ് പ്രൊഫസറായിരുന്നു. മാഷക്കാണ് അതിൻ്റെ ഡെപ്യൂട്ടേഷൻ ചാർജ് കിട്ടിയത്. അങ്ങനെയാണ് ഈ പിന്നെ സമ്പൂർണ്ണ ശാസ്ത്രയജ്ഞത്തിൽ പങ്കെടുത്തുകൊണ്ട് സാക്ഷരതായജ്ഞം നമ്മുടെ മോചനത്തിനു വേണ്ടി എന്ന പാട്ടൊക്കെ തന്നെ പാടി എല്ലാവരും വളരെ സന്തോഷപൂർവ്വം പോയ ഒരു കാലഘട്ടമായിരുന്നു അത്. ഞാൻ പിന്നീട് SFIയുടെ പ്രവർത്തനത്തിലും അങ്ങനെ ഒക്കെ വന്ന് പിന്നീട് 95 പഞ്ചായത്ത് പ്രസിഡൻ്റായി. പിന്നീട് 95 പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയപ്പോഴും നമ്മൾ ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്.
അതേപോലെ തന്നെ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോൾ ഇപ്പോൾ 2-2.5 കോടിയോളം രൂപയാണ് ഞങ്ങൾ ഗ്രന്ഥശാലകൾക്ക് വേണ്ടി പുസ്തകം വാങ്ങാനും പ്രൊജക്ടർ വാങ്ങാനും അതേപോലെ തന്നെ ഗ്രന്ഥശാലകൾക്ക് കെട്ടിടം നിർമ്മിച്ചു കൊടുക്കാനൊക്കെയായി കഴിഞ്ഞ 2 വർഷങ്ങൾ കൊണ്ട് ചെലവഴിച്ചത്. ഈ വർഷവും B-C ഗ്രേഡിലെ ഗ്രന്ഥാലയങ്ങൾക്ക് പുസ്തകവും ഷെൽഫും ഒക്കെ തന്നെ കൊടുക്കാൻ 25 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രന്ഥശാലകൾക്ക് നമ്മുടെ ജില്ലയിലെ 600 ചില്ലാനം ഗ്രന്ഥശാലകൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതുകൂടാതെ ഡിജിറ്റൽ സാക്ഷരത ആദ്യമായി നേടുന്ന ജില്ലാ പഞ്ചായത്തായി ഞങ്ങൾക്ക് മാറാൻ വേണ്ടി കഴിഞ്ഞു. ഡിജിറ്റൽ സാക്ഷരത ഞങ്ങളായിരുന്നു ആദ്യം തുടങ്ങിയത്. അങ്ങനെ ഒരുപാട് മുന്നേറ്റം എനിക്ക് തോന്നുന്നു നമ്മൾ അന്ന് സാക്ഷരതാ പ്രസ്ഥാനത്തിൽ നിന്ന് നേടിയ ഒരു കരുത്തും ഊർജവുമാണ് പിന്നീടുള്ള ഭരണ സാരഥ്യത്തിൽ എനിക്ക് നന്നായി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞത്. PN പണിക്കരുടെ നേതൃത്വത്തിൽ ഈ അവാർഡ് വാങ്ങുന്നതിൽ എനിക്ക് ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. കാരണം 2001 ജൂൺ 19 പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഒരു വായനാ മത്സരം അന്നത്തെ കളക്ടറായിരുന്ന രാജീവ് നാരായണസ്വാമിയുടെ നേതൃത്വത്തിൽ വെച്ചു. അപ്പോൾ അതിൽ എനക്കായിരുന്നു ഏറ്റവും മികച്ച വായനക്കാരിയായി എന്നെ തിരഞ്ഞെടുത്ത്. അത് PN പണിക്കരുടെ നേതൃത്വത്തിലൊരു പുരസ്കാരം ലഭിക്കാൻ അന്ന് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അന്ന് 1000 രൂപയുടെ പുസ്തകമായിരുന്നു ഞങ്ങൾക്ക് വാങ്ങിത്തന്നത്. അപ്പോൾ അതേ PN പണിക്കരുടെ പേരുള്ള ഒരു പുരസ്കാരം തന്നെയാണ് മികച്ച സാമൂഹ്യ പ്രവർത്തക എന്ന രീതിയിലേക്ക് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അത് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഒരു അംഗീകാരം തന്നെയാണ്. അത് എന്നെ തിരഞ്ഞെടുത്ത ഈ അവാർഡ് കമ്മിറ്റിയെയും അതേപോലെ തന്നെ കാൻഫെഡിൻ്റെ പ്രവർത്തകരെയും അതേപോലെ തന്നെ സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ ഊർജ്ജസ്വലരായ നേതാക്കന്മാരെയും ഒക്കെ തന്നെ ഞാൻ പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഈ അവാർഡിന് എന്നെ തിരഞ്ഞെടുത്ത് ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു മാം. അടുത്തതായി സംസാരിക്കേണ്ടത് ശ്രീ KP സൈതലവിയാണ്. ഉണ്ടോ സൈതലവി സർ? വരൂ. വയനാട്. വേദിയിലും സദസ്സിലുമിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നേതാക്കളെ, കാൻഫെഡ് പ്രവർത്തകരെ, നമ്മൾ ഈ കാൻഫെഡിൻ്റെ ഒരു യോഗത്തിനോട് തിരുവനന്തപുരത്ത് വരിക എന്ന് പറയുമ്പോൾ ഒരു വലിയ സന്തോഷമാണ് മനസ്സിന്. വരുമ്പോൾ നമ്മൾ 1-2 വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരിക. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളെ കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ എൻ്റെ കൂടെ വന്നിരുന്ന ഒരു കാൻഫെഡിൻ്റെ പ്രവർത്തക ഉണ്ടായിരുന്നു. ഒരു 49 വയസ്സേ ഉള്ളൂ. അവൾ കഴിഞ്ഞ ഒക്ടോബർ 31 പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചുപോയി. ഇന്നിപ്പോൾ ഞങ്ങൾ 3 പേരെ വന്നിട്ടുള്ളൂ. വേറെ 2 പേർക്ക് ശാരീരിക അസ്വസ്ഥത മൂലം അവർ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വയനാട്ടിൽ ഞങ്ങൾ വായനാ ദിനം ഞങ്ങൾ കുറേ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം എനിക്ക് ഏറ്റവും വലിയൊരു പരാതി കാൻഫെഡിനോട് പറയാനുള്ളത്, ആയിരക്കണക്കിന് ആൾക്കാർ, എന്ന് പറഞ്ഞാൽ അനൗദ്യോഗികമായിട്ട് 1000-ഓളം ആൾക്കാർ, സർക്കാരിൻ്റെ കണക്കിൽ 648 ആൾക്കാർ മരിക്കുകയും നിരവധി പേർ മണ്ണിനടിയിലായിട്ടുള്ള വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായിട്ട് ഈ കാൻഫെഡിൻ്റെ ഒരു ഒറ്റ വ്യക്തി പോലും ഒന്ന് വിളിച്ചന്വേഷിക്കുകയോ എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല. അത് ഞങ്ങളുടെ പരാതിയുണ്ട്, പരിപാടി അവിടെ പറയാണ്. നമ്മൾ ഈ വായനയും അക്ഷരങ്ങളും ഒക്കെ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കാൻഫെഡ് നടക്കുന്നത്. അവിടെ 2 സ്കൂളുകളാണ് അക്ഷരത്തിൻ്റെ വെളിച്ചം പൊലിഞ്ഞു പോയത്. ഈ ഉരുൾപൊട്ടലിൽ നിരവധി സംഘടനകൾ അവിടെ സ്കൂൾ പുനർനിർമ്മിക്കാൻ മുന്നോട്ട് വരികയും നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷിക്കാൻ പോലും ഈ തിരുവനന്തപുരം ആകെ വിളിച്ചത് നമ്മുടെ വനജ മേഡം ഉണ്ടായിരുന്നു. അവരെന്നെ പേഴ്സണലായിട്ട് വിളിച്ചപ്പം ഇന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നു. നമ്മുടെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ഒരു ച്യുതി ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിലാണ് ഉണർത്തുകയാണ്. അത് ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഞാനൊക്കെ എൻ്റെ വെരി നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങളൊക്കെ ഈ ദുരന്തമുഖത്ത് ഇവിടെ നടന്ന ഒരുപാട് കഴിയാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയും സംഘടനകളുടെ ഭാരവാഹിയാണ്. ഞാൻ ആ സംഘടനകളും കൂടിയിട്ട് കാര്യം ചെയ്യുന്നത്. ഞാൻ വയനാട് ടൂറിസം അസോസിയേഷൻ്റെ ചെയർമാനാണ്. അതോടൊപ്പം സീനിയർ ചേംബർ ഇൻ്റർനാഷണലിൻ്റെ പ്രസിഡൻ്റാണ്. നമ്മുടെ അത്തരം പരിപാടികൾക്ക് പോയിട്ടില്ല. അതേസമയം ആദിവാസി മേഖലയായിട്ടുള്ള സുഗന്ധഗിരി സ്കൂളിൽ ഇപ്രാവശ്യം വായനാ ദിനം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ എൻ്റെ കൂടെ വന്നിട്ടുള്ള പ്രമുഖ ബാലസാഹിത്യകാരി സുമാ പള്ളിപ്പുറാണ്. കഴിഞ്ഞ വർഷമാണ് ലക്കിടി സ്കൂളിലാണ് ചെയ്തത്. അതോടൊപ്പം കൽപ്പറ്റ MCF പബ്ലിക് സ്കൂളിൽ ഏകദേശം 35 വൃക്ഷത്തൈകൾ നമ്മൾ ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വെച്ച് പിടിപ്പിച്ചിരുന്നു.
അതേ സ്കൂളിൽ തന്നെ ഏകദേശം 16,000 രൂപയുടെ പുസ്തകങ്ങൾ ലൈബ്രറിയിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സ്വരൂപിച്ചിട്ട് സംഭാവന കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായമാണ്, ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള ജില്ലയാണ് വയനാട്. കാൻഫിഡിൻ്റെ പ്രവർത്തനം ഒന്നുകൂടി കൂടുതൽ വ്യാപിപ്പിക്കുവാൻ വേണ്ടി വയനാടിലേക്ക് നിങ്ങൾ പ്രവർത്തനം കൊണ്ടുവരണം എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. അതിന് ഇതിൻ്റെ ഭാരവാഹികൾ മുൻകൈ എടുക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും നമ്മളെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തിയും അതോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളൊന്നും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഒരുപാട് പേര് ഇപ്പോഴും വീടും നാടും ഒന്നും ഇല്ലാണ്ട്, കുട്ടികളൊക്കെ ഇപ്പോൾ ദൂരദിക്കുകളൊക്കെ പോയിട്ടാണ് പഠിക്കുന്നത്. പലർക്കും ഇപ്പോൾ വീടുകളില്ല. ഇപ്പോഴും കനത്ത മഴയും നാശനഷ്ടങ്ങളും അവിടെ വീണ്ടും ഒരു ചെറിയൊരു ഉൾപ്പൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം വന്യമൃഗശല്യം കൊണ്ട് ഒരുപാട് നരകയാതന അനുഭവിക്കുന്ന നാടാണ് വയനാട്. അപ്പം ഞാൻ ബാലേന്ദ്ര സാറിൻ്റെ ശ്രദ്ധയിലേക്ക് കൂടി പെടുത്താൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഒരു ഉരുൾപൊട്ടലും ഈ ആയിരക്കണക്കിന് ആൾക്കാരുടെ മരണം ഉണ്ടായിട്ട് കാൻഫിഡൻസ് നിന്ന് ആരും ഒന്ന് അന്വേഷിക്കുകയോ ഒന്ന് വിളിച്ച് ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിൽ ഞങ്ങൾക്കൊരു പരിഭവമുണ്ട് എന്ന് ഞാൻ പറയാണ്. സാറ് വന്നുകൊണ്ട് പറയാണ്. അപ്പം നമുക്ക് പ്രവർത്തനം ഞങ്ങൾ ഒന്നുകൂടി വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നിട്ടുള്ള ഈ പരിസ്ഥിതി വ്യാപനം ഒന്നുകൂടി ഊർജ്ജസ്വലമായിട്ട് നടപ്പാക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഒരു വയനാട്ടിൽ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകയായിട്ടുള്ള നസീമയാണ്. അവർ നേരത്തെ നമ്മുടെ കാൻഫിഡിൻ്റെ സ്ഥാപക പ്രവർത്തകനായിരുന്ന റഷീദിൻ്റെ അടുത്ത ആളാണ്. റഷീദ് ശാരീരികമായിട്ട് പിന്നെ വരാൻ പറ്റാത്തൊരവസ്ഥയിലായതുകൊണ്ട് നസീമ വന്നിട്ടുള്ളത്. സമ്മേളനത്തിനും ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത സംസാരിക്കുന്നതിനായി കോഴിക്കോട് നിന്നുള്ള ശ്രീ KPU അലി സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, 2024 ജൂൺ 30 മുതൽ 2025 ജൂൺ 30 വരെ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ സംസാരിക്കേണ്ട വിഷയം. മറ്റ് ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രോജക്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സെല്ലിനെ, ഒരു ടെക്നിക്കൽ കമ്മിറ്റിയെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്മിറ്റി 7 പഞ്ചായത്തുകളിൽ ഞങ്ങളുടെ വികസന രേഖ ഉണ്ടാക്കുന്നതിന് കാര്യമായിട്ടുള്ള സംഭാവനകൾ അർപ്പിച്ചു. ഇത് പറയുന്ന സമയത്ത് കോഴിക്കോട് ജില്ലാ കാൻഫെഡ് കമ്മിറ്റിയിൽ ഞാനടക്കമുള്ള പഴയകാല പഞ്ചായത്ത് പ്രസിഡന്റുമാരും പഴയ MP ആയിട്ടുള്ള രമ്യ ഹരിദാസും ഒക്കെയുണ്ട് എന്നുള്ളത് ഇവിടെ കൂട്ടിച്ചേർത്ത് പറയുകയാണ്. കിലയിൽ നിന്നും കിലയിൽ പോയിട്ട് ഫാക്കൽറ്റിയായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ച ഈ വിനീതനടക്കം ഈ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വായനാ ദിനത്തിനോടനുബന്ധിച്ചിട്ട് 5 സ്കൂളുകളിലേക്ക് ലൈബ്രറി പുസ്തകങ്ങൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. കാൻഫെഡിൻ്റെ പഴയകാല പ്രവർത്തകയായിട്ട് ദേവകി ടീച്ചറെയും ദേവി എടത്തിയെയും ബഹുമാനിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേവകി ടീച്ചർക്ക് പുരസ്കാരം കൊടുക്കുകയും ദേവിയെ ആദരിക്കാൻ വേണ്ടിയിട്ടൊരു ദിവസത്തേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സുജ മാഡത്തിൻ്റെ മകൾ ഇന്ന് ഇവിടെ വരും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അവരുടെ സൗകര്യം കൂടി കണക്കിലെടുത്ത് അത് ചെയ്യുന്നതാണ്. മറ്റു കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്ന സമയം ഞാനൊരു കാര്യം ഇവിടെ ഉണർത്താൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ കേരളത്തിൽ ഒരു പുതിയ MLA ഉണ്ടായിട്ടുണ്ട്, ശ്രീ ആര്യാടൻ ഷൗക്കത്ത്. അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണോ ഏത് മുന്നണിക്കാരനാണോ എന്നതിനുപരി അദ്ദേഹവും നമ്മളും തമ്മിലുള്ള ഒരു ബന്ധം ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കേരള സ്റ്റേറ്റ് സാക്ഷരതാ മിഷൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്കും സ്റ്റേറ്റ് റിസോഴ്സ് സെൻ്ററിൻ്റെ വൈസ് ചെയർമാൻ എന്ന നിലയ്ക്കും ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന കാലത്ത് തുല്യതാ വിദ്യാഭ്യാസം കേരളത്തിൽ നടത്താൻ വേണ്ടി തീരുമാനിക്കപ്പെട്ടു. അന്ന് ദേശീയ സാക്ഷരതാ മിഷൻ ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരം തന്ന സമയത്ത് കേരളത്തിൽ ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഇത് നടത്തണം, മോഡലായിട്ട് ഒരു പൈലറ്റ് പ്രോജക്റ്റായിട്ട്
നടത്തണം എന്ന് തീരുമാനിക്കപ്പെട്ടു. കേരളത്തിലെ 1000-ൽ പരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട സമയത്ത് ആരും ഈ പൈലറ്റ് പ്രോജക്റ്റിനെ ഏറ്റെടുക്കാൻ വേണ്ടി അന്ന് മുന്നോട്ടേക്ക് വന്നില്ല. ആ സമയത്താണ് നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ഞങ്ങൾ ആ പദ്ധതി ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് വന്നത്. അദ്ദേഹം ജ്യോതിർഗമയ എന്നുള്ള പേരിൽ മനോഹരമായിട്ടുള്ളൊരു പേരതിന് കൊടുത്ത് അദ്ദേഹം അതിൻ്റെ പ്രവർത്തനം നടത്തി. എന്ന് മാത്രമല്ല, നിശ്ചിത സമയത്തിനകം അദ്ദേഹം ആ പ്രോജക്റ്റ് പൂർത്തീകരിക്കുകയും ചെയ്തു. അന്ന് അവിടെ ഒരു പ്രേരകമായിട്ട് അല്ലെങ്കിൽ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ശ്രീ രമ്യ ഹരിദാസ്. ഞാൻ ഈ സമയത്ത് അത് ഓർക്കുകയാണ്. പാടിക്കൊടുത്ത് ആടിക്കൊടുത്ത് രമ്യ ഇന്ന് നിലമ്പൂരിൽ പ്രവർത്തിച്ചു. ആ ഒരു ബന്ധം ഈ സമയത്ത് ഇവിടെ സ്മരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സാക്ഷരതയുമായിട്ടും എഴുത്തുമായിട്ടും വായനയുമായിട്ടുമൊക്കെയുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വേദിയായതുകൊണ്ട് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന, നമ്മളോട് തുടർന്നും ചേർത്ത് നിൽക്കേണ്ട ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ ഈ സമയത്ത് ഞാൻ സ്മരിക്കുകയും അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്യുകയാണ്. തുടർന്നും നമുക്കെല്ലാവർക്കും നല്ലത് ചെയ്യണം, നല്ലത് ചെയ്യുന്ന കാര്യത്തിൽ നമുക്കെല്ലാവർക്കും സഹകരിക്കാം എന്ന് ഞാൻ നിർത്തുന്നു. നന്ദി. നമ്മുടെ പ്രവർത്തനത്തിൽ ഇനിയും പൂവുകൾ വിരിയട്ടെ. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് സംസാരിക്കുന്നതിനായി ശ്രീ VP ജയചന്ദ്രൻ അവരെ വിളിക്കുന്നു. കാൻഫെഡിൻ്റെ ചെയർമാൻ ബഹുമാന്യനായ ബാലേന്ദ്ര സാറ്, തമ്പാൻ സാറ്, മറ്റ് ബഹുമാന്യരെ, സ്നേഹിതരെ, ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് 6 പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഇക്കാലത്ത് യുവാക്കളെയും വിദ്യാർത്ഥികളെയും സാക്ഷരതാ പ്രസ്ഥാനമെന്നോ അതിനോടനുബന്ധമായ മറ്റ് കാര്യപരിപാടികളെന്നോ പറഞ്ഞൊക്കെ നമ്മുടെ ഒരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാൻ വളരെ പ്രയാസമുള്ളൊരു കാലമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ അവരുടെ വിദ്യാഭ്യാസവും ട്യൂഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ആർക്കെന്ത് പ്രയോജനം കിട്ടുമെന്നുള്ളതനുസരിച്ചിട്ടാണ് ആളുകൾ ഇത്തരം കാര്യങ്ങളിലേക്ക് കടന്നു വരാറ് പതിവുള്ളത്. മാവേലിക്കരയെ സംബന്ധിച്ചിടത്തോളം, ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കൂടുതലുള്ളത് സാഹിത്യ സാംസ്കാരിക സംഘടനകളാണ്. ആ സാംസ്കാരിക സാഹിത്യ സംഘടനകളോട് ഒപ്പം നിന്നുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷം 6 പരിപാടികൾ നടത്തിയത്. 3 ലഹരി വിരുദ്ധ പരിപാടികളും 3 വായന ദിന പരിപാടികളും ഒരു പാവപ്പെട്ട കുട്ടികൾക്ക് അല്പസ്വല്പം സാമ്പത്തിക സഹായവും പഠനോപകരണങ്ങളും ഒക്കെ കൊടുക്കുന്ന മറ്റൊരു പരിപാടിയും നമ്മൾ കാൻഫെഡിൻ്റെ പേരിൽ ആവിഷ്കരിച്ച് നടപ്പാക്കുകയുണ്ടായി. ഇത്രയുമാണ് ആലപ്പുഴയിൽ ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചിട്ടുള്ളത്. ഇനിയും ആലപ്പുഴ ജില്ലയിലെ കൂടുതൽ ഊർജ്ജസ്വലരായ ആളുകളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് സാഹിത്യകാരന്മാരായ സുരേഷ് മണ്ണാർശാലയും ഗിരിവനം മോഹനും ഒക്കെ നമ്മളോടൊപ്പം വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ സഹായ സഹകരണത്തോടു കൂടി കുറെ കൂടി ഊർജ്ജസ്വലരായ ചെറുപ്പക്കാരെ മുന്നിൽ നിർത്തി നമുക്ക് കാൻഫെഡിൻ്റെ പരിപാടികൾ തുടർന്ന് ഊർജ്ജസ്വലമായി നടത്താം. അതിനുള്ള ശക്തിയും പ്രചോദനവും ഇതിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്നും മറ്റ് സുഹൃത്തുക്കളിൽ നിന്നും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ അനുമോദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇനി സംസാരിക്കുന്നത് ശ്രീ നാസറുദ്ദീൻ ആലുങ്കൽ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹത് വ്യക്തികളെ, കാൻഫെഡിൻ്റെ 48ാം ജന്മദിന സമ്മേളനത്തിൽ എല്ലാവർക്കും ആശംസ നേരുകയാണ്. മലപ്പുറം ജില്ലയെയാണ് ഞാൻ പ്രതിനിധീകരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തിൽ പ്രധാനമായും ഫോക്കസ് ചെയ്തത്
ഡ്രഗ് അഡിക്ഷനും ഡ്രഗ് പ്രിവെൻഷൻ അവയർനെസ്സുമായി ബന്ധപ്പെട്ട ചില പ്രോഗ്രാമുകളിലായിരുന്നു. ചില ബോധവൽക്കരണ ക്യാമ്പയിനുകളും പ്രോഗ്രാംസുകളും സ്കൂളുകൾ ബേസ് ചെയ്തിട്ട് കണ്ടക്ട് ചെയ്യുകയുണ്ടായി. ഒപ്പം തന്നെ CVDP എന്ന പേരിൽ സർട്ടിഫൈഡ് ഡ്രഗ് പ്രിവെൻഷൻ വളണ്ടിയർ എന്ന പേരിൽ ഒരു പ്രോഗ്രാമും കണ്ടക്ട് ചെയ്തു. നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചത്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ സംസ്ഥാനത്ത് ഡ്രഗ് യൂസിൻ്റെ വ്യാപ്തി വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പരിശീലനം ലഭിച്ച വളണ്ടിയർമാരുടെ അപര്യാപ്തത നമ്മുടെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവുമാണ്. പലപ്പോഴും ഡ്രഗ് പ്രിവെൻഷനുമായി ബന്ധപ്പെട്ട അവയർനെസ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ കാണാറുള്ള ഒരു വിരോധാഭാസം, അതിനെതിരെ സംസാരിക്കുന്നതിന് വേണ്ടിയാണ്, എതിരെയുള്ള ബോധവൽക്കരണത്തിന് വേണ്ടിയാണ് ആളുകൾ വരുന്നതെങ്കിലും ബോധവൽക്കരണമൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും സദസ്സിലിരിക്കുന്ന ആളുകൾക്ക് എന്തെല്ലാമാണ് ഡ്രഗുകളെന്നും അത് എവിടെയൊക്കെയാണ് സുലഭമായി ലഭിക്കുക എന്നുള്ളതൊക്കെ ആയ വിജ്ഞാനം കൂടെ ലഭിക്കാറുണ്ട്. ഇതൊഴിവാക്കി എങ്ങനെയാണ് ശാസ്ത്രീയമായി ഡ്രഗ് പ്രിവെൻഷൻ വളണ്ടിയറിംഗ് വർക്ക് ചെയ്യുക എന്നുള്ളത് പഠിപ്പിച്ച് ക്വാളിഫൈഡ് ആയ വളണ്ടിയർമാരെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുകയുണ്ടായി. ഏതാണ്ട് 10-20ഓളം വളണ്ടിയർമാർ അതിലൂടെ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കോഴ്സിന് കഴിയുന്ന ആളുകൾക്ക്, കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് അന്ന് ഭാരത് സേവക് സമാജിന്റെ ഒരു സർട്ടിഫിക്കേഷനാണ് നൽകിയിരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ബഹുമാനനായ ചെയർമാൻ ബാലേന്ദ്രൻ സാറുമായിട്ട് സംസാരിച്ചപ്പോൾ ഇന്ന് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത വേൾഡ് സ്കിൽ കൗൺസിലിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം, അല്ലെങ്കിൽ കൊടുക്കുന്നതാണ് നല്ലത് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമതായി, ഞാൻ ഇന്ന് ഇവിടെ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഗ്രാം, അത് ഞാൻ സാറിന് അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചിട്ടേക്കാം. അത് കാൻഫിഡ് ₹1 വിദ്യാപീഠം എന്നാണ് ഞാൻ അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഒരു കാൻഫിഡ് ഡൈവേഴ്സിറ്റി എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാം. ഇന്ന് രാവിലെ ഉദ്ഘാടന സമ്മേളനത്തിൽ സൂചിപ്പിച്ച ഒരു വലിയ വിഷയമുണ്ടായിരുന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട്. AI-യുടെ പുതിയ മുന്നേറ്റം നടക്കുന്ന സമയത്ത് പിന്നോട്ടായി പോകുന്ന തലമുറയെ സംബന്ധിച്ച് ഒരു ആൽഫ ജനറേഷനോ ആൽഫ ജനറേഷൻ്റെയും താഴെയുള്ള ജനറേഷനോ ഒക്കെ AI-യിൽ അതിശക്തരായി മുന്നോട്ട് വരുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ആളുകൾ, മില്ലേനിയം ജനറേഷൻ ഉൾപ്പെടെ, വളരെയധികം പുറകിൽ നിൽക്കുന്നുണ്ട്. പുതിയൊരു കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള സാങ്കേതിക വിദ്യയെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിയാതെ വരിക എന്ന് പറയുന്നത് നിരക്ഷരരായിരിക്കുക എന്നുള്ളതിൻ്റെ മറ്റൊരു പാഠഭേദമായിരിക്കും. കോവിഡ് കാലത്ത് കോവിഡ് നമുക്ക് വളരെയേറെ വേദന നൽകിയെങ്കിലും കോവിഡ് നമുക്ക് വലിയ ഒരു അനുകൂല ഘടകം കൂടെ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. അത് ടെക്നോളജി യൂസ് ചെയ്യുന്നിടത്ത് നമ്മളൊരു 25 വർഷമെങ്കിലും മുന്നോട്ട് ഒരൊറ്റ ജമ്പിങ്ങിൽ എത്തി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതൊരു സാധാരണ പേസിൽ വരികയായിരുന്നെങ്കിൽ ഒരു പക്ഷേ 10-25 വർഷം എടുത്തായിരിക്കും വരിക. ഇതിൻ്റെയൊക്കെ പിന്തുടർച്ചയായിക്കൊണ്ട് AI ടെക്നോളജി വളരെ വളർന്ന് വികസിച്ചപ്പോൾ നമ്മൾ ഈ AI ടെക്നോളജി ഉപയോഗിക്കുന്നിടത്ത് വളരെയധികം പുറകിലോട്ട് പോയിട്ടുണ്ട്. സോ ഇത്തരം വിഷയങ്ങളെ നമുക്ക് ജനങ്ങൾക്ക് നൽകുന്നതിനും ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ, ഒരു വലിയ പ്രൊഫഷണൽസിനെ ക്രിയേറ്റ് ചെയ്യാനല്ല, ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഈ കൺസെപ്റ്റ്. അതിനകത്ത് ഞാൻ എവറിഡേ ലോ ആളുകൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ഡിജിറ്റൽ സാക്ഷരത, ഡിജിറ്റൽ ലിറ്ററസി, ദെൻ ഒരു ഹെൽത്ത് ആൻഡ് ഹൈജീൻ, സ്വാസ്ഥ്യ പരിചരണം എന്ന പേരിൽ, ദെൻ ഒരു AI സാക്ഷരത, AI ലിറ്ററസി ഫോർ കോമൺ പീപ്പിൾ,
then life skills, then home entrepreneurship, സസ്റ്റൈനബിൾ ലിവിംഗ് ഇവിടെ തന്നെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഫിനാൻഷ്യൽ ലിറ്ററസി. സർ, ഞാൻ അവസാനിപ്പിക്കാം. അടുത്തതായി ശ്രീ പാണ്ടിയോട് പ്രഭാകരൻ സർ. വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാർ, 1978 കാൻഫഡ് രൂപീകരിച്ചപ്പോൾ പാലക്കാട് PN പണിക്കർ സാറും PT ഭാസ്കർ പണിക്കർ സാറും വരികയുണ്ടായി. 300ഓളം പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ആ യോഗത്തിൽ വെച്ച് ഡോക്ടർ നാവലൂർ ശശിധരനെ പ്രസിഡന്റായും പാണ്ടിയോട് പ്രഭാകരൻ എന്ന എന്നെ സെക്രട്ടറിയായും അന്ന് തിരഞ്ഞെടുത്തു. SRCയുടെ ഫണ്ട് ലഭിച്ചതുകൊണ്ട് കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ 125 സാക്ഷരതാ കേന്ദ്രങ്ങൾ അന്ന് അനുവദിച്ചിരുന്നു. വളരെ ഭംഗിയായി 2 വർഷത്തോളം അത് പ്രവർത്തിച്ചു. 1 വർഷമാണ് പ്രവർത്തിപ്പിക്കേണ്ടത്, അത് 2 വർഷമായി പ്രവർത്തിപ്പിച്ചു. ആയിരക്കണക്കിന് ആൾക്കാരുടെ, നിരക്ഷരായ ആൾക്കാരുടെ ഒപ്പോടുകൂടി ഞങ്ങൾ കലക്ടറെ അത് ഏൽപ്പിക്കുകയും അദ്ദേഹം വളരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് പല പ്രവർത്തനങ്ങളും ചെയ്തു. ഈ 2023 കാൻഫഡിൻ്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റായിരുന്ന ഡോക്ടർ നാവലൂർ ശശിധരനെ കാൻഫഡിൻ്റെ സ്റ്റേറ്റ് വൈസ് ചെയർമാൻ ആക്കുകയുണ്ടായി. ആ സ്ഥാനത്ത് എന്നെ ജില്ലാ പ്രസിഡന്റായി 100ഓളം പേർ എന്നെ തിരഞ്ഞെടുത്തിരുന്നു. അദ്ദേഹം സ്റ്റേറ്റ് വൈസ് ചെയർമാനായതിനു ശേഷം യോഗ പരിപാടിയുടെ ചുമതല അദ്ദേഹം ഏറ്റെടുത്തു. കാരണം പതഞ്ജലി യോഗ അറിയാലോ, അതിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ് ശശിധരൻ സാർ. അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി നല്ലവണ്ണം അറിയാം. ഓരോ വർഷവും 2-3 തവണ അങ്ങോട്ട് പോയിരുന്നു പതഞ്ജലി. അങ്ങനെ അദ്ദേഹം അവിടെ നിന്നും മാറി കാൻഫഡിൻ്റെ വൈസ് ചെയർമാനായ ശേഷം യോഗ ക്ലാസിൻ്റെ ചാർജ് ഏറ്റെടുക്കുകയുണ്ടായി. ഈ 3 ബാച്ചിലൂടെ 153 പേരെ യോഗ ടീച്ചർ ട്രെയിനിങ്ങിനുള്ള സർട്ടിഫിക്കറ്റ് അദ്ദേഹം വാങ്ങിക്കൊടുക്കുകയുണ്ടായി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാലക്കാടിൽ നടന്ന 53 പേരെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ആൾക്കാരാണ്. ഗൾഫിലും 4-5 പേരുണ്ടായിരുന്നു. അവരെല്ലാവരും വന്ന് ഫാമിലി ആയിട്ട് വന്ന് ഞങ്ങളവിടെ ഒരു ഹോട്ടലിൽ വന്ന് പരിപാടി നടത്തി. അതിന് ഡോക്ടർ നമ്മുടെ ബാലേന്ദ്ര സാർ അതിൽ പങ്കെടുത്തു. പല വിശിഷ്ട വ്യക്തികളും അതിൽ പങ്കെടുക്കുകയുണ്ടായി. ഇപ്പോൾ ഞങ്ങൾ പ്രവർത്തനം കാൻഫഡിൻ്റെ പേരിൽ അനൗപചാരിക വിദ്യാഭ്യാസം എന്താണെന്നൊന്നും ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയില്ല. അത് ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് അറിയില്ല. അത് അനൗപചാരിക വിദ്യാഭ്യാസം ലക്ഷ്യങ്ങളും അറിയില്ല. ആയതിൻ്റെ പേരിൽ അനൗപചാരിക വിദ്യാഭ്യാസം ഇന്ന് എന്ന വിഷയത്തെപ്പറ്റി ഒരു പ്രബന്ധ മത്സരം സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച പത്രങ്ങളിലെല്ലാം കൊടുത്തു. ജില്ലാടിസ്ഥാനത്തിലാണ്. ശനിയാഴ്ച 100ഓളം പ്രബന്ധ മത്സരത്തിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾ കിട്ടി. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കും 11 മണിക്ക് 2-3 ഫോൺ ഒറ്റപ്പാലം, ഷൊർണൂർ, മണ്ണാർക്കാട് നിന്ന് ഞങ്ങൾ ഒന്നിച്ച് അയക്കണോ വെവ്വേറെ അയക്കണോ എന്ന് പറഞ്ഞു. ഞങ്ങൾ വെവ്വേറെ അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഓരോ കോളേജിൽ നിന്നും 10-30 പേരുടെ ലിസ്റ്റാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാളെ ഞാൻ പാലക്കാട് എത്തുമ്പോൾ അറിയാം, എൻ്റെ അഡ്രസ്സിലാണ്. എത്ര കിട്ടുമെന്ന് അറിയില്ല. ഈ 5-ാം തീയതി വരെയാണ് പ്രബന്ധം അയക്കാനുള്ള സമയം. അത് വായിക്കണമെങ്കിൽ അത് ശശിധരൻ സാറിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, വൈസ് ചെയർമാൻ. വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 1ാം സമ്മാനം ക്യാഷ് പ്രൈസാണ്. ഒരു പുരസ്കാരവും കൊടുക്കും. അത് 1, 2, 3 സമ്മാനങ്ങൾ കൊടുക്കും. അത് പാലക്കാട് വെച്ചിട്ട് മോയിൻസ് സ്കൂൾ അറിയാലോ, 3000ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അവിടെ വെച്ച് ജില്ലാ കലക്ടറെ കൊണ്ടുള്ള സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം, ഈ വർഷം ഡിസംബർ വരെ 3 കാര്യങ്ങളാണ് ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒന്ന്, ഈ പ്രബന്ധ മത്സരം. രണ്ടാമത്തെ കാര്യം, സ്കൂളുകളിൽ 9, 10, 11, 12 ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു കൗൺസിലിംഗ് ക്ലാസ് ഒരു ദിവസം അവിടെ PTA
ബന്ധപ്പെട്ടുകൊണ്ട് വൺ ഡേ പരിപാടിയാകുമ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം എല്ലാം കൊടുക്കണം. ചിലവ് നല്ല ചിലവുണ്ട്. അതിൽ ഒരു ഡോക്ടർ, ലേഡി ഡോക്ടർ, ഒരു വക്കീൽ, വനിതാ വക്കീൽ, പിന്നെ ഒരു സൈക്കോളജിസ്റ്റ്, ഈ 3 ആൾക്കാരെയും കൊണ്ട് ഒരു ദിവസത്തെ ട്രെയിനിങ് ആണ്, ഇതാണ് കൊടുക്കാൻ പോകുന്നത് സ്കൂളിൽ. അങ്ങനെ പാലക്കാട് ജില്ലയിൽ 2-3 സ്കൂളിൽ ചേർന്ന് കൊണ്ടിട്ടുള്ള പരിപാടിയാണ്. വലിയൊരു സംഖ്യ ഞങ്ങൾക്ക് വരും. അത് PTU ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് നടത്താനാണ് പരിപാടി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് കേരളത്തിൽ വലിയൊരു ദുരന്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. കടം വാങ്ങി ജീവിക്കുക, മരിക്കുക, കുടുംബത്തോടെ മരിക്കുക. നമുക്കറിയാം, ദിവസം പേപ്പർ ഇന്നലെ പെട്ടെന്ന് 4 മണിക്ക് ഞാൻ TV തുറന്നപ്പോൾ കാസർഗോഡ് ഒരു സംഭവം. ഒരു പ്രായപൂർത്തിയായ ഒരു 70-75 വയസ്സായ ഭാര്യയും ഭർത്താവും, ഒരു മകള്. ആ മകളുടെ വിവാഹത്തിന് വേണ്ടി ആ വീട് പണയപ്പെടുത്തി ബാങ്കിന്. ബാങ്കുകാരൻ നോട്ടീസ് ഒട്ടി ഇന്നലെ കാലത്ത്. ആ വൃദ്ധരായ 2 പേരെയും പുറത്താക്കി, വീട്ടിനുള്ളിൽ പുറത്തു പോകണം പറഞ്ഞു. അപ്പോൾ ചാനലുകാരുണ്ട്, ഏഷ്യാനെറ്റ് ആണോ മനോരമയാണോന്ന് അറിയില്ല. ചാനലുകാരൻ ആ അമ്മയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട് ജപ്തി ചെയ്യാൻ എന്താ കാരണം? അവർക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞ കാര്യം, എൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി ഞാൻ എൻ്റെ വീട് പണയപ്പെടുത്തിയിരിക്കുകയാണ്, എനിക്കത് പൈസ തിരിച്ചടയ്ക്കാൻ എനിക്ക് കഴിയുന്നില്ല. അപ്പോൾ ചാനലുകാരൻ അയാളുടെ മകളുടെ വിവാഹ ഫോട്ടോയിലേക്ക് ഫോക്കസ് ചെയ്തു. ആ കുട്ടി 75 പവൻ ശരീരത്തിൽ ധരിച്ചിരിക്കുകയാണ്. ഇവർക്കൊന്നുമില്ല, വേറെ വരുമാനമൊന്നുമില്ല. എന്നാൽ ഈ കുട്ടിയുടെ നിർബന്ധത്തിന് വേണ്ടി വീട് പണയം വെച്ച് ആ കുട്ടി വിവാഹം ചെയ്തു അയച്ചു. എന്നിട്ട് അപ്പോഴും ചാനലുകാരൻ ചോദിക്കുകയാണ്, മകൾ എന്തെങ്കിലും നിങ്ങൾ സഹായിക്കുന്നുണ്ടോ വെച്ചു. വിവാഹം കഴിഞ്ഞു പോയ ശേഷം അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറയും. അങ്ങനെ ദുരന്ത അവസ്ഥ ഇരിക്കുകയാണ്. കൂടെ ഒരു സർവേ നടത്തിയ കുറച്ച് 5-6 മാസം ഒരു സംഘടന സർവേ നടത്തി. ആ സർവേ നടത്തിയതിൽ കർഷകരാണ് കൂടുതൽ കടം വാങ്ങിയിരിക്കുന്നത് ബാങ്കുകളിൽ നിന്ന്. 3 ലക്ഷം വരെ സാമാന്യം എടുത്തിട്ടുണ്ട്. അത് സെക്കൻഡ് കഴിഞ്ഞാൽ വ്യാപാരികളാണ്, വ്യവസായികളാണ്. അപ്പം ഇങ്ങനെയുള്ള ദുരന്തം ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ ഒരു വ്യാപാരി ആയിരുന്നു, ഒരു ഏകോപന സമിതിയുടെ ജില്ലാ ഭാരവാഹിയായിരുന്നു, ഒരു കർഷക സംഘടനയുടെ ജില്ലാ ഭാരവാഹിയാണ്. അപ്പോൾ ഈ കാര്യം ഞങ്ങൾ 5-6 മാസമായിട്ട് വ്യാപാരികളോട് സംസാരിക്കുമ്പോൾ വ്യാപാരികൾ പറഞ്ഞ, ഞങ്ങൾക്ക് കട പൂട്ടാൻ പറ്റില്ല, കടമുണ്ട്, കൊടുത്തവൻ കാശ് തരില്ല, പൂട്ടിയ മറ്റുള്ള വാങ്ങുകയും ചെയ്യും, ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ ആകെ കഷ്ടത്തിലാണെന്ന് പറഞ്ഞു. അതുപോലെ ഞങ്ങളുടെ കർഷകരുമുണ്ട്. അപ്പം ഞങ്ങളൊരു തീരുമാനം എടുത്തു, വരുമാനമില്ലാതെ കടമെടുത്തു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. ഒരു കൗൺസിലിംഗ് നടത്താൻ കർഷകരുടെ യോഗം വിളിച്ചു ചേർത്ത് നല്ലൊരു പരിപാടി വയ്ക്കുക, ബോധവൽക്കരണം, വ്യാപാരികളെയും വിളിച്ചു ചേർത്ത് അവിടെ ഒരു ബോധവൽക്കരണം നടത്തുക. അവർ നമ്മളെ സമ്മതിച്ചിട്ടുണ്ട്. ഒരു വൺ ഡേ പരിപാടിയാണെങ്കിൽ ഞങ്ങൾ കണക്കാക്കിയപ്പോൾ ഒരു 2-3 ലക്ഷം രൂപ എങ്കിലും ഞങ്ങൾക്ക് വരും. അപ്പോൾ അവർ കൂടി സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വ്യാപാരികളും സംഘടനകളും. ആയതുകൊണ്ട് ആ പരിപാടിയിലേക്ക് ഈ ഡിസംബറിൻ്റെ ഉള്ളിൽ ഈ 3 പരിപാടികളും നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അതിന് കാൻഫഡിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ എല്ലാവിധ പിന്തുണയും, നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും. നിങ്ങളുടെ ഓരോ ജില്ലയിലും വ്യാപാരികളോടും കർഷകരോടും നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവർ വിഷമം വേദനയും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. കടം വാങ്ങിയിട്ടുള്ള ജീവിതം എല്ലാ കുടുംബത്തിലെ എല്ലാ മരണത്തിലേക്കും നയിക്കും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ജയിക്കും. പ്രിയപ്പെട്ടവർ, അടുത്തായി ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങെന്ന് തന്നെ പറയാം. നമ്മുടെ കാൻഫഡ് പുരസ്കാരം 2025 നൽകുന്ന ചടങ്ങാണ്. അത് കാൻഫഡ് പുരസ്കാരം 2025 ലഭിച്ചിട്ടുള്ളത് ശ്രീ N. ബാലഗോപാൽ സാറിനാണ്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ പ്രത്യേകിച്ച് ഞാനായിട്ട് പറയേണ്ട കാര്യമല്ല. നമുക്കറിയാം, സാക്ഷരതാ പ്രവർത്തന രംഗത്തും അതുപോലെ അനൗപചാരിക വിദ്യാഭ്യാസ രംഗത്തും
എന്തെല്ലാം സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. PN പണിക്കർ സാറിൻ്റെ ഗ്രന്ഥശാല സംഘമായാലും അതുപോലെ കാൻഫിഡിൻ്റെ പ്രവർത്തനങ്ങളായാലും PN പണിക്കർ സാർ ലക്ഷ്യമിട്ട എല്ലാ പ്രവർത്തനങ്ങളും യാതൊരുവിധ പ്രത്യേകിച്ചുള്ള യാതൊരുവിധ എക്സ്റ്റേണൽ സപ്പോർട്ടും ഇല്ലാതെ സ്വന്തം നിലയിൽ ഈ രാജ്യത്തുടനീളം കൊണ്ടു നടക്കുകയും അത് അങ്ങേയറ്റം പ്രശംസനീയമായ രീതിയിലേക്ക് എത്തിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം കാൻഫിഡിൻ്റെ PN പണിക്കർ സാറിൻ്റെ ചരമദിനം ആദ്യം വായനാ ദിനമായി മാറി, അത് കഴിഞ്ഞത് വായനാ വാരമായി, പിന്നെ ഇപ്പോൾ വായനാ മാസമാണ്. ഇപ്പോൾ ദേശീയ തലത്തിലും ലോക നിലവാരത്തിലേക്കും ആ പരിപാടി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഒരു വ്യക്തിയുടെ, അതായത് ബാലഗോപാൽ സാറിൻ്റെ സ്വയപ്രയത്നമാണ് ഇതിൻ്റെ പിന്നിലെന്ന് നമുക്കറിയാം. അതായത് സമർപ്പിതമായ ഒരു സേവനം, അതിന് പിന്നാലെ നടന്ന് അത് ഏത് രീതിയിലും നടത്തിയെടുക്കുക എന്നുള്ള ഏത് ലക്ഷ്യത്തോടു കൂടി സാക്ഷരതാ പ്രവർത്തനവും അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനവും അതുപോലെ ഈ വായനാ ദിനത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു സംഭവം എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ മാത്രം ഊന്നി വന്ന ഒരു സംഗതിയാണ്. അത് അങ്ങേറ്റം ഭംഗിയായി അദ്ദേഹം നടത്തിയെടുക്കുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഇന്ന് കഴിഞ്ഞ വായനാ ദിനം നമുക്ക് കണ്ടതാണ് എത്രയും ഭംഗിയായി വായനാ ദിനം നമ്മുടെ കേരളത്തിൽ ആഘോഷിച്ചു, അതുപോലെ ദേശീയ തലത്തിൽ തന്നെ അത് ശ്രദ്ധ നേടി ആഘോഷിക്കുന്നു എന്നുള്ളത്. അദ്ദേഹം നമുക്കറിയാം PN പണിക്കർ ഫൗണ്ടേഷൻ്റെ ഭാരവാഹിയാണ്, ഏറ്റവും പ്രധാനിയാണ്. അതെല്ലാം നമുക്കറിയാവുന്നതാണ്. എന്നോട് തന്നെ പലരും ചോദിക്കാറുണ്ട് PN പണിക്കർ ഫൗണ്ടേഷനും കാൻഫിഡും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന്. ഞാൻ പറയും ഒരു വ്യത്യാസവും ഇല്ല. PN പണിക്കർ ഫൗണ്ടേഷനും കാൻഫിഡും ഒന്ന് തന്നെയാണ് എന്നാണ് ഞാൻ എല്ലാവരോടും പറയാം. അങ്ങനെ തന്നെയാണെന്ന് സാറും പറയുമെന്ന് എനിക്കറിയാം. PN പണിക്കർ ഫൗണ്ടേഷനായിട്ടും കാൻഫിഡിനായിട്ടും യാതൊരു വ്യത്യാസവുമില്ല. രണ്ടും ഒരേ പാതയിൽ സഞ്ചരിക്കുന്നു. രണ്ടിൻ്റെ പ്രവർത്തകനാണ് ബാലഗോപാൽ സാറ്. നമ്മളെല്ലാവരും അതിൻ്റെ പ്രവർത്തകരാണ്. ഇവിടെ ഇരിക്കുന്ന കാൻഫിഡിൻ്റെ പ്രവർത്തകരുടെ പല റിപ്പോർട്ടുകൾ വരുമ്പം നമുക്കറിയാം അവരെല്ലാം PN പണിക്കർ ഫൗണ്ടേഷൻ്റെ ഭാരവാഹികളാണ്. അവരെല്ലാം അതിൻ്റെയും ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള അതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ കാൻഫിഡും PN പണിക്കർ ഫൗണ്ടേഷനും ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ആ ഒരു സന്തോഷവും ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ഈ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. നൽകുന്നതായി VS ബാലേന്ദ്രൻ സാറിനെ. പ്രിയപ്പെട്ടവരെ, കാൻഫിഡിൻ്റെ ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണിത്. പ്രിയങ്കരനായ ശ്രീ N. ബാലഗോപാലിന് കാൻഫിഡ് പുരസ്കാരം നൽകി ആദരിക്കുന്നു. ഇവിടെ ശ്രീമതി ജയാശ്രീകുമാർ സൂചിപ്പിച്ചതുപോലെ വായനാ ദിനം നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്ത് തന്നെ ഒരു പ്രസ്ഥാനമാക്കി മാറ്റിയത് ശ്രീ N. ബാലഗോപാലാണ്. കേവലം ഒരു ദിനം രാജ്യവ്യാപകമായി ആചരിക്കുവാൻ ഇടയാക്കി എന്നുള്ളതല്ല, സമകാലിക ചരിത്രം പരിശോധിച്ചാൽ, സ്വാതന്ത്ര്യാനന്തര ചരിത്രം പരിശോധിച്ചാൽ ഒരു സാംസ്കാരിക ദിനം എല്ലാവരും ആഘോഷിക്കുകയും അവരുടെ പ്രധാന പരിപാടിയാക്കി മാറ്റുകയും ചെയ്ത ഒരു മഹത്തായ ദൗത്യമാണ് വായനാ ദിനം. PN പണിക്കർ സാറിൻ്റെ ഓർമ്മ ദിനമാണ് ജൂൺ 19. ആ ജൂൺ 19 വായന ദിനമാക്കി മാറ്റിയതും തുടർന്നത് കേരളത്തിൻ്റെയും പിന്നീട് രാജ്യത്തിൻ്റെയും ഒരു മാസാചരണമായി മാറി. ഒരു സാംസ്കാരിക പരിപാടി, കേരളത്തിൽ നിന്ന് ദേശീയ തലത്തിൽ ഇത്തരമൊരു സാംസ്കാരിക പരിപാടി മറ്റൊന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് ചരിത്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ദിനാചരണം, എത്രയോ മഹാന്മാർ നമ്മെ വിട്ടുപോയി, അവരുടെ സ്മരണാ ദിനങ്ങളുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു ദിനാചരണം അതൊരു സാംസ്കാരിക പരിപാടിയാക്കി മാറ്റുക, ഉത്സവമാക്കി മാറ്റുക, അത് അത്ഭുതകരമായി സംഭവിച്ച ഒരു പ്രതിഭാസമാണ് രാജ്യത്ത്.
അതിൻ്റെ പിന്നിൽ ശ്രീ എൻ ബാലഗോപാലാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഏത് മാർഗവും ഉപയോഗിക്കാൻ അദ്ദേഹം തയ്യാറാണ് തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ. അദ്ദേഹം പലപ്പോഴും പല നിലകളിലും പല നേതാക്കന്മാരെയും പല ഭരണാധികാരികളെയും കാണുകയും തൻ്റെ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ചില രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ ചില സാമൂഹിക പ്രവർത്തകർ ആരാ സംസാരിക്കുന്ന അവിടെ ഇരുന്ന് സംസാരിക്കുന്ന ആളുകൾ ഒന്ന് പുറത്തു വേണം. അദ്ദേഹം തൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ സംശയിക്കും വരുമ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ബാലഗോപാൽ ഇങ്ങനെ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളുടെ പിന്നാലെ നടക്കുന്നത് വ്യക്തിപരമായ ആവശ്യത്തിനല്ല, ഈ ഒരു ലക്ഷ്യം നടത്തിയെടുക്കുവാൻ വേണ്ടി ഒരു സാംസ്കാരിക ദൗത്യം രാജ്യത്ത് നടപ്പിലാക്കിയെടുക്കുവാൻ വേണ്ടി തൻ്റെ ജീവിതമാണ് സമർപ്പിച്ച ശ്രീ എൻ ബാലഗോപാൽ. ഇങ്ങനൊരു വ്യക്തി സമകാലിക കേരളത്തിൽ മറ്റൊരാളില്ല. എൻ ബാലഗോപാലിന് സമം എൻ ബാലഗോപാലന് മാത്രം. ഞാൻ പണിക്കസ്ഥാനോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള അത്രയും പ്രവർത്തനം ശ്രീ എൻ ബാലഗോപാൽ പണിക്കസ്ഥാനോടൊപ്പം നടത്തിയിട്ടില്ല. ഞാൻ പറയും, വായിച്ചു വളരുക എന്ന ആശയം പ്രചരിപ്പിക്കാൻ പണിക്കസ്ഥാൻ നടത്തിയതിനേക്കാളും വളരെ വലിയ സംഭാവനയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ എൻ ബാലഗോപാൽ നടത്തിയത്. അതൊരു അത്ഭുതമാണ്. ഈ എൻ ബാലഗോപാൽ ഇങ്ങനെയുള്ള കയ്യടി കൊടുത്താൽ പോരാ, നമ്മുടെ വാസ്തവത്തിൽ ഈ ദിഗന്തം പൊട്ടുമാറുള്ള കയ്യടി കൊടുത്ത് അദ്ദേഹത്തെ ആദരിക്കണം. ഇതുപോലൊരു മനുഷ്യൻ നമുക്കിടയിലൂടെ ഇങ്ങനെ ഈ വേഷം പോലും അദ്ദേഹം പൊതുപ്രവർത്തനത്തിൽ സ്വീകരിച്ച വേഷമാണ്. അദ്ദേഹത്തിൻ്റെ വേഷം ഇതൊന്നുമല്ല. കാരണം ഈ വേഷം വടക്കേ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഈ വേഷം അനിവാര്യമാണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഈ വേഷം ഇട്ടതാണ്. സ്വീകാര്യതയ്ക്ക് വേണ്ടി ഒരു പൊതുപ്രവർത്തകനായി ഈ വേഷം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം മുഴുവൻ സമയം എപ്പോൾ ആരെ കണ്ടാലും സംസാരിക്കുന്നത് ഈ പണിക്കസ്ഥാൻ്റെ സ്മരണയെക്കുറിച്ചും വായനയെക്കുറിച്ചും ആരെ വിളിച്ചാലും വായനാ മാസമാണ്, സ്കൂളിൽ പോകണം, കോളേജിൽ പോകണം, ഇതിനടുത്ത് പരിപാടി നടത്തണം, പലരും അത് എന്ത് ചെയ്യണം. അങ്ങനെ ഒരു ആശയം യാഥാർത്ഥ്യമാക്കിയ എൻ ബാലഗോപാലിനെയാണ് പണിക്കസ്ഥാർ മുൻകൈയെടുത്ത് രൂപീകരിച്ച ഈ മഹത്തായ ഈ പ്രസ്ഥാനം കാൻഫഡിൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം നൽകി ആദരിക്കുവാൻ തീരുമാനിച്ചത്. ഈ പണിക്കസ്ഥാറിൻ്റെ പേരിൽ ഒരു പുരസ്കാരം കൊടുക്കുക എന്നുള്ളതല്ല, കാൻഫഡിൻ്റെ പേരിൽ ഒരു പുരസ്കാരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യം. ഞാൻ പറയും, കാൻഫഡ് പലർക്കും പുരസ്കാരം കൊടുത്തിട്ടുണ്ട്. പക്ഷേ നാം നൽകിയ പുരസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും മനസ്സിന് സന്തോഷം പകരുന്ന പുരസ്കാരം ഇപ്പോൾ ഈ വർഷം ശ്രീ എൻ ബാലഗോപാൽ കൊടുക്കുന്നതാണ്. കാരണം അത്രത്തോളം മഹത്തായ സംഭാവനയാണ് അദ്ദേഹം ചെയ്യുന്നത്. സെക്രട്ടറി ജയാശ്രീമാരോട് സംസാരിച്ചു സൂചിപ്പിച്ചു, ഫൗണ്ടേഷനെക്കുറിച്ചും കാൻഫഡിനെക്കുറിച്ചും രണ്ടും മാത്രമല്ല, അനൗപചാരിക വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ പ്രസ്ഥാനങ്ങളും പൊതുപ്രവർത്തകരുടെ എല്ലാവരുടെയും പൊതുവേദിയാണ് കാൻഫഡ്. കാൻഫഡിൽ ആരെയും മാറ്റി നിർത്തില്ല. കാൻഫഡ് എല്ലാവർക്കും പങ്കാളികളാകും. കാൻഫഡ് രൂപം കൊള്ളുന്നത് പോലും രാജ്യത്തെ പൊതുപ്രവർത്തകരുടെ പൊതുവേദി എന്ന നിലയിലാണ് രൂപം കൊള്ളുന്നത്. ആർക്കും വരാം. കാൻഫഡ് രാഷ്ട്രീയമില്ല, കാൻഫഡിന് മതമില്ല, കാൻഫഡിന് ജാതിയില്ല, കാൻഫഡിൽ വിഭാഗീയതയില്ല. കാൻഫഡിൽ എല്ലാവർക്കും പ്രവർത്തിക്കാം. കാൻഫഡിൽ പ്രവർത്തിക്കുന്നതിന് ആർക്കും ഒരു തടസ്സവുമില്ല എന്നുള്ളതാണ്. ആ നിലയിലുള്ള ഒരു ശൈലിയാണ് കാൻഫഡിൻ്റെ. അതുകൊണ്ട് തന്നെയാണ് ജയശ്രീമാരോട് സംസാരിച്ച് സൂചിപ്പിച്ചത് രണ്ടില്ല, എല്ലാം ഒന്ന് തന്നെയാണെന്നുള്ളത്. ഏകത്വമാണ്, ഏകഭാവമാണ് കാൻഫഡിന്. അദ്വൈതത്തിനെ പൂണൂലണിയിച്ചു, ഇവിടെ പൂണൂലൊന്നും അണിയിക്കുന്നില്ല. ഇവിടെ എല്ലാം ഒന്ന്, നാം ഒന്ന് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്ന് തന്നെയാണ്. ഒന്നിൻ്റെ ഭാവമാണ് കാൻഫഡ്. ഈ അവസരത്തിൽ ഏറെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ബഹുമാനായ ശ്രീ എൻ ബാലഗോപാലിന് കാൻഫഡ് പുരസ്കാരം നൽകുവാൻ ആഗ്രഹിക്കുന്നു.
നിങ്ങളുടെ എല്ലാ അനുഗ്രഹത്തോടുകൂടി എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിക്കണം. അദ്ദേഹത്തിന് പുരസ്കാരം നൽകുമ്പോൾ അദ്ദേഹത്തിന് ഈ പുരസ്കാരം സമർപ്പിക്കുന്നു. ആശംസ. 70കളിൽ ബാലേന്ദ്രനെ പണിക്കർ സാറിൻ്റെ മാനസപുത്രൻ എന്നായിരുന്നു. ബാലേന്ദ്രൻ അറിയില്ലായിരിക്കാം, ഞങ്ങളൊക്കെ വിളിക്കുക. ബാലഗോപാലിനെ സ്വന്തം പുത്രൻ എന്നാണ് വിളിക്കുക. ഇന്ന് ഈ മാനസപുത്രനെയും സ്വന്തം പുത്രനെയും ഒരേ വേദിയിൽ കാണാൻ കഴിഞ്ഞു. അതിൽ ഞങ്ങൾക്ക് വളരെ അതിയായ സന്തോഷമുണ്ട്. പണിക്കർ സാറ് ഗ്രാമാന്തരങ്ങളോളം നടന്ന് വായനശാലകൾ സംഘടിപ്പിക്കുകയും വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യം നൽകിക്കൊണ്ട് സാക്ഷരതയുടെ ഒരു വിപ്ലവം തന്നെ നവോത്ഥാനത്തിൻ്റെ പിന്തുടർച്ചയായി നടത്താൻ കഴിഞ്ഞു. അച്ഛൻ തുടങ്ങി വെച്ച പാതയിൽ നിന്ന് കേരളത്തിൻ്റെ അതിർത്തികളും പശ്ചിമഘട്ടവും കടന്ന് ദേശീയ തലത്തിലേക്ക് സാക്ഷരതയെ വളർത്താൻ ബാലഗോപാലിന് കഴിഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതൊരു വ്യക്തിയായാലും പ്രസ്ഥാനമായാലും അതിന് കാലാതീതമായി നിലനിൽക്കണമെങ്കിൽ കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊള്ളണം. ആ മാറ്റം ഉൾക്കൊള്ളാൻ ബാലഗോപാലിന് കഴിഞ്ഞു. അക്ഷരങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണ സാക്ഷരതയിലേക്കാണ് കേരളത്തെ പണിക്കർ സാർ നയിച്ചതെങ്കിൽ കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ഡിജിറ്റൽ സാക്ഷരത, സമ്പൂർണ്ണ സാക്ഷരത വരിക്കാൻ ബാലഗോപാലിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ട് പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ വളരെ അതിശയങ്ങൾ ഇവിടെ സൃഷ്ടിക്കാൻ കഴിയും. രണ്ടുപേരെയും സ്നേഹിക്കുന്ന ഞങ്ങളുടെയൊക്കെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു ഈ ഇത്തരം ഒരു വേദിയും ഈ പരസ്പരമുള്ള സ്നേഹവും ഭംഗിയായിരുന്നു. ഇത് നീണ്ടു നിൽക്കട്ടെ, നിലനിൽക്കട്ടെ. നമ്മുടെ ഇരു പ്രസ്ഥാനങ്ങൾക്കും ഇത് ഗുണകരമായി നമ്മുടെ സമൂഹത്തിന് ഇതൊരു മാർഗദീപമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി.